അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. മഹാനായ ഷെയ്ഖുന അത്തിപ്പറ്റ ഉസ്താദ് നവ്വറല്ലാഹു മർഖദഹു, അവിടുത്തെ ദാനശീലം ആരെയും അതിശയിപ്പിക്കുന്നതാണ്. ഒറ്റയിരുപ്പിൽ ലക്ഷങ്ങൾ ചെലവഴിക്കാൻ ഷെയ്ഖുന അത്തിപ്പറ്റ ഉസ്താദിന് ഒരു മടിയുമുണ്ടായിരുന്നില്ല. കയ്യിൽ കിട്ടുന്ന ശമ്പളം മുഴുവൻ പാവങ്ങൾക്ക് വിതരണം ചെയ്യുന്നതിൽ ഉസ്താദ് ആനന്ദം കണ്ടെത്തിയിരുന്നു. പോക്കറ്റിലുള്ള പൈസക്ക് മനസ്സിൽ യാതൊരു സ്ഥാനവും കൽപ്പിച്ചില്ല എന്നതാണ് ഉസ്താദിൻ്റെ പ്രത്യേകത. പൈസയും വീടും മനസ്സിൽ കയറരുതെന്നും അങ്ങനെയായാൽ അതുകൊണ്ട് അവന് സർവനാശവും വന്നു ചേരുമെന്നും ഷെയ്ഖുന അത്തിപ്പറ്റ ഉസ്താദ് പലപ്പോഴും പറയാറുണ്ടായിരുന്നു. ദാനധർമ്മങ്ങൾ ഉസ്താദിൻ്റെ ജീവിതചര്യയായിരുന്നു. ചെറുപ്പം മുതലേ അത് തൻ്റെ ശീലമായി മാറിയിട്ടുണ്ട്. തനിക്ക് കിട്ടുന്ന ഭക്ഷണം വിരുന്നുകാർക്ക് നൽകി പച്ചവെള്ളം കുടിച്ച് കിടന്നുറങ്ങുക പോലും ചെയ്തിട്ടുണ്ട് ഷെയ്ഖുന അത്തിപ്പറ്റ ഉസ്താദ്. ശമ്പളം മുഴുവൻ ദാനം ചെയ്തു തീർത്തു. വസ്ത്രം ചോദിച്ചു വരുന്നവർക്ക് സ്വന്തം വസ്ത്രം പോലും അഴിച്ചു കൊടുത്ത സംഭവങ്ങൾ കാണാം. കയ്യിൽ കിട്ടുന്ന പണം എണ്ണി നോക്കുന്ന സ്വഭാവം ഷെയ്ഖുന അത്തിപ്പറ്റ ഉസ്താദിന് ഉണ്ടായിരുന്നില്ല. രോഗകാലത്തും മറ്റും ആളുകൾ നൽകുന്ന പണക്കെട്ടുകൾ പൊട്ടിക്കുക പോലും ചെയ്യാതെ പിന്നീട് തന്നെ സമീപിക്കുന്നവർക്ക് അങ്ങനെ തന്നെ എടുത്തു കൊടുക്കുമായിരുന്നു. ഒരു തവണയല്ല, പലതവണ. ഉസ്താദ് തിരുവനന്തപുരം RCCയിൽ ശാസ്ത്രക്രിയ കഴിഞ്ഞ് വിശ്രമിക്കുന്ന സമയം നാട്ടിൽ നിന്നും ചിലർ ഉസ്താദിനെ സന്ദർശിക്കാൻ ചെന്നു. അവിടുത്തെ ചെലവുകളും മറ്റും മുന്നിൽ കണ്ട് വലിയൊരു തുക ഉസ്താദിനെ അവർ ഏൽപ്പിച്ചു. ചികിത്സാ ആവശ്യങ്ങൾക്ക് ഉസ്താദ് അത് ഉപയോഗപ്പെടുത്തുമെന്നാണ് അവർ കരുതിയിരുന്നത്. അവരവിടെ ഇരിക്കുന്നതിനിടയിൽ പാവപ്പെട്ട ഒരാൾ അവിടെ വന്നു. ഉസ്താദുമായി എന്തോ സംസാരിച്ചു. ഉസ്താദ് ആ പണമെടുത്ത് അതുപോലെ തന്നെ അയാളുടെ കയ്യിൽ വെച്ചു കൊടുത്തു. നൽകിയവർ ഇത് കണ്ട് അമ്പരന്നുപോയി. ചികിത്സ കഴിഞ്ഞ് തിരിച്ചെത്തിയ ഷെയ്ഖുന അത്തിപ്പറ്റ ഉസ്താദ് കുറച്ചുകാലം വീട്ടിൽ വിശ്രമത്തിലായിരുന്നു. അതിനിടെ ഒരിക്കൽ ഒരാൾ വന്ന് 50,000 രൂപ ഉസ്താദിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. വീട്ടിൽ വിശ്രമിക്കുന്ന ഉസ്താദിന് തൻ്റെ ചെലവുകൾ നടത്താനായിരുന്നു അദ്ദേഹം അത് നൽകിയത്. അന്നേ ദിവസം തന്നെ കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു മദ്രസ അധ്യാപകൻ അവിടെ വന്നു. തൻ്റെ വീട് നിർമ്മാണത്തിനെക്കുറിച്ചോ മറ്റോ ഉസ്താദിനോട് വിവരം പറഞ്ഞു. ഷെയ്ഖുന അത്തിപ്പറ്റ ഉസ്താദ് ആ പണക്കീയെടുത്ത് അതേപോലെ അയാൾക്ക് നൽകി. ഈ വിവരമറിഞ്ഞ് പണം നൽകിയ വ്യക്തിയാണ് അതിൽ 50,000 രൂപയുണ്ടായിരുന്നു എന്ന വിവരം പുറത്തു പറഞ്ഞത്. മാഷാ അല്ലാഹ്. പണം നൽകുമ്പോൾ വാങ്ങുന്നവനെ ഒരിക്കലും വഷളാക്കിയതുമില്ല ഷെയ്ഖുന അത്തിപ്പറ്റ ഉസ്താദ്. ആൾക്കൂട്ടത്തിലാണെങ്കിലും ആരും അറിയാതെയും കാണാതെയും കൊടുക്കാൻ ശ്രമിച്ചു. സ്വതക്ക രഹസ്യമാക്കണം എന്നതോടൊപ്പം അത് വാങ്ങുന്നവരുടെ മാനം സൂക്ഷിക്കണമെന്നതും ഷെയ്ഖുന അത്തിപ്പറ്റ ഉസ്താദ് ശ്രദ്ധിച്ചിരുന്നു. ആര് പണം നൽകിയാലും ഇത് ആർക്കുള്ളതാണെന്നും എന്തിനു ഉള്ളതാണെന്നും ഉസ്താദ് അന്വേഷിക്കുമായിരുന്നു. സ്ഥാപനത്തിനുള്ളതോ അതോ മറ്റേതെങ്കിലും സംരംഭങ്ങൾക്കുള്ളതോ ആണെന്ന് പറഞ്ഞാൽ അത് മാറ്റിവെക്കും. തനിക്കുള്ളതാണെന്ന് പറഞ്ഞാൽ അത് വാങ്ങി കയ്യിൽ പിടിക്കും. ആവശ്യക്കാർ വന്നാൽ അവർക്കിടയിൽ വിതരണം ചെയ്യും. പണം എടുത്ത് അകത്ത് കൊണ്ടുപോയി സൂക്ഷിക്കുന്ന സ്വഭാവം ഉസ്താദിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടായിരുന്നില്ല. പണം സൂക്ഷിക്കാനുള്ള ഒരു പേഴ്സ് പോലും ഉസ്താദിൻ്റെ ജീവിതത്തിൽ ഉപയോഗിച്ചിരുന്നുമില്ല. ഷെയ്ഖുന അത്തിപ്പറ്റ ഉസ്താദ് വിദേശത്തേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നടന്ന ഒരു സംഭവം വളരെ ശ്രദ്ധേയമാണ്. ഒരിക്കൽ യാത്രയ്ക്ക് വേണ്ടി ബസ് കയറാൻ വീട്ടിൽ നിന്നും ഉസ്താദ് പുറത്തിറങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നു. ഇത് കണ്ട ഭാര്യ കാര്യമന്വേഷിച്ചു. ബസ് കയറാൻ പോകുമ്പോൾ ഒരാൾ ബുദ്ധിമുട്ട് പറഞ്ഞു വന്നെന്നും അപ്പോൾ കയ്യിലുണ്ടായിരുന്ന പണം മുഴുവൻ ഞാൻ അയാൾക്ക് നൽകിയെന്നും ഇനി ബസ്സിന് കൊടുക്കാനുള്ള പണം തൻ്റെ കയ്യിലില്ല എന്നും ഷെയ്ഖുന അത്തിപ്പറ്റ ഉസ്താദ് മറുപടി പറഞ്ഞു. ആവശ്യത്തിനുള്ള പണം അപ്പോൾ വീട്ടിലും ഉണ്ടായിരുന്നില്ല. ഒടുവിൽ അയൽവാസിയുടെ അടുത്തുനിന്നും ഭാര്യ കുറച്ച് പൈസ കടം വാങ്ങി കൊടുത്താണ് ഷെയ്ഖുന അത്തിപ്പറ്റ ഉസ്താദ് തൻ്റെ യാത്ര തുടർന്നത്. മറ്റൊരിക്കൽ ഷെയ്ഖുന അത്തിപ്പറ്റ ഉസ്താദ് തെക്കൻ കേരളത്തിലൊരു പരിപാടിക്ക് പോയി. തിരിച്ചു വരുമ്പോൾ സംഘാടകർ വലിയൊരു തുക ഉസ്താദിനെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, പാതി വാഹനത്തിനും പാതി നിങ്ങൾക്കുമുള്ളതാണ്. തിരികെ യാത്ര തിരിച്ചപ്പോൾ ഷെയ്ഖുന അത്തിപ്പറ്റ ഉസ്താദ് പണം മുഴുവൻ ഡ്രൈവർക്ക് നൽകി. വിവരമറിഞ്ഞ സംഘാടകരുടെ മനസ്സിൽ ഉസ്താദിന് സ്വന്തമായി എന്തെങ്കിലും നൽകണമെന്ന ചിന്തയുണ്ടായി. അവർ വീണ്ടും ഒരു തുകയുമായി അത്തിപ്പറ്റ ഉസ്താദിൻ്റെ വീട്ടിലേക്ക് തന്നെ അവർ വന്നു. അത് ഉസ്താദിനെ ഏൽപ്പിച്ചു. പക്ഷേ ഷെയ്ഖുന അത്തിപ്പറ്റ ഉസ്താദിൻ്റെ സമീപനം വീണ്ടും അവരെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. അവരുടെ മുമ്പിൽ വെച്ചു തന്നെ ഉസ്താദ് ആ പണവും തനിക്ക് മുമ്പിലെത്തിയ ആവശ്യക്കാർക്കിടയിൽ വിഹിരിച്ചു നൽകി. ഇത്തരം സംഭവങ്ങൾ ആ ജീവിതത്തിൽ അപൂർവമായിരുന്നില്ല, പലപ്പോഴായി കാണാമായിരുന്നു. താൻ ബുദ്ധിമുട്ടിയാലും മറ്റുള്ളവരുടെ മനസ്സ് സന്തോഷിക്കണമെന്നതായിരുന്നു ഈ വിഷയത്തിൽ ഷെയ്ഖുന അത്തിപ്പറ്റ ഉസ്താദിൻ്റെ നിലപാട്. ഷെയ്ഖുന അത്തിപ്പറ്റ ഉസ്താദിൻ്റെ ഒരു മാസത്തെ ശമ്പളം ചില നേരങ്ങളിൽ മണിക്കൂറുകളെ കൊണ്ട് തന്നെ തീർന്നു പോകുമായിരുന്നു. ചിലപ്പോൾ കുറച്ച് ദിവസത്തേക്ക് കൂടി നീണ്ടു നിൽക്കും. പണം തീരുകയും ആളുകൾ വീണ്ടും ചോദിച്ചു വരികയും ചെയ്താൽ പരിചയക്കാരുടെ അടുത്തുനിന്നും കടം വാങ്ങുമായിരുന്നു. കടം കൃത്യമായി എഴുതി വെക്കും. ആദ്യകാലങ്ങളിൽ കയ്യിൽ ചെറിയൊരു കണക്ക് പുസ്തകമുണ്ടായിരുന്നു. കൊടുക്കാനുള്ളതെല്ലാം അതിൽ എഴുതി വെച്ചിട്ടുണ്ടാകും. കിട്ടാനുള്ളത് ഒരിക്കലും എഴുതി വെക്കില്ല.
ധാരാളം ആളുകൾ കടം ചോദിക്കാനായി ശൈഖുന അത്തിപ്പറ്റ ഉസ്താദിൻ്റെ അരികിൽ വരാറുണ്ട്. അവർക്ക് നന്നായി കൊടുക്കുകയും ചെയ്യും. വലിയ സംഖ്യകൾ പോലും കൊടുക്കും. ചോദിച്ചിട്ട് എൻ്റെ കയ്യിൽ ഇല്ല എന്ന് പറഞ്ഞിട്ടേയില്ല. അപ്പോൾ കയ്യിലില്ലെങ്കിൽ ആരിൽ നിന്നെങ്കിലും സംഘടിപ്പിച്ചു കൊടുക്കും. കിട്ടാനുള്ള കടം ഒരിക്കൽ പോലും തിരിച്ചു ചോദിച്ചിട്ടില്ല. നിത്യേന ശമ്പളം വാങ്ങുന്നത് പോലെ ഉസ്താദിൻ്റെ അടുത്തു നിന്നും പണം വാങ്ങിപ്പോകുന്ന ധാരാളം ആളുകളുണ്ടായിരുന്നു. യാതൊരു വൈമനസ്യവുമില്ലാതെ ശൈഖുന അത്തിപ്പറ്റ ഉസ്താദ് അവർക്ക് നിത്യമായി നിശ്ചിത പണം കൊടുക്കുകയും ചെയ്യും. ക്രമേണ അവരുടെ എണ്ണം കൂടുക എന്നല്ലാതെ ഒരിക്കലും കുറഞ്ഞിരുന്നില്ല. ദിവസവും സമയമായാൽ അവർ ഉസ്താദിന് മുമ്പിൽ വരും. പണം വാങ്ങി തിരിച്ചു പോകും. ചുരുങ്ങിയത് 20ഓളം പേർക്ക് ശൈഖുന അത്തിപ്പറ്റ ഉസ്താദ് ഇങ്ങനെ നിത്യമായി പണം നൽകിയിരുന്നു. 200 രൂപ മുതൽ 1000 രൂപ വരെ കൈപ്പറ്റുന്നവർ അതിലുണ്ട്. അതിൽ 5ഓളം പേർ ഹൈന്ദവ സുഹൃത്തുക്കളായിരുന്നു. ദിവസവും നേരം വെളുക്കുമ്പോഴേക്കും പൈസ കൈപ്പറ്റുന്നവർ വന്നു തുടങ്ങും. രാത്രി വൈകുന്നതുവരെ അത് തുടരും. അതിനിടയിൽ വ്യത്യസ്ത നേരങ്ങളിലാണ് ഓരോരുത്തരും വന്നുപോയിരുന്നത്. പണം മാത്രം ഉദ്ദേശിച്ചു വരുന്നവരെ ശൈഖുന അത്തിപ്പറ്റ ഉസ്താദിന് വേഗം മനസ്സിലാകും. ആരും കാണാതെ അവർക്കത് കൊടുത്തുവിടുകയും ചെയ്യും. അതായിരുന്നു ഉസ്താദിൻ്റെ ശൈലി. നിത്യമായി വരുന്നവർ ഇടയ്ക്ക് എന്തെങ്കിലും കാരണത്താൽ വരാതിരുന്നാലും പിന്നീട് വരുമ്പോൾ അവർക്ക് ആ ദിവസങ്ങളിലെ പണം കൂടി കൂട്ടിക്കൊടുക്കുമായിരുന്നു ശൈഖുന അത്തിപ്പറ്റ ഉസ്താദ്. ഒരിക്കൽ ബഹ്റൈനിൽ ജോലി ചെയ്യുന്ന ചില സുഹൃത്തുക്കൾ വീട്ടിൽ ഉസ്താദിനെ കാണാൻ വന്നു. ഒരു സംഖ്യ ഉസ്താദിനെ ഏൽപ്പിച്ചു. ഇത് എന്തിനാണെന്ന് ഉസ്താദ് പതിവ് പോലെ അന്വേഷിച്ചു. ഉസ്താദ് എന്തെങ്കിലും നല്ലതിനു വേണ്ടി ഉപയോഗിക്കുക എന്നതായിരുന്നു അവരുടെ മറുപടി. തിരിച്ചു പോകാനായി അവർ ഒരു വാഹനത്തിൽ കയറി. അപ്പോൾ ശൈഖുന അത്തിപ്പറ്റ ഉസ്താദ് പറഞ്ഞു, നിർത്തൂ, ഞാനും നിങ്ങളുടെ കൂടെ വരുന്നുണ്ട്. അവർ വഴിയിൽ ഒരു പരിചയക്കാരനെ സന്ദർശിക്കാനായിരുന്നു പോയിരുന്നത്. അദ്ദേഹത്തെ സന്ദർശിക്കൽ തന്നെയായിരുന്നു ശൈഖുന അത്തിപ്പറ്റ ഉസ്താദിൻ്റെയും ഉദ്ദേശം. യാത്രയിൽ വഴിയിൽ വെച്ച് ബാങ്ക് വിളിച്ചു. അവിടെ ഒരു ചെറിയ നിസ്കാര പള്ളി കണ്ട ഉസ്താദ്, ഇനി നമുക്ക് നിസ്കരിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞ് വണ്ടി നിർത്താൻ ആവശ്യപ്പെട്ടു. ജമാഅത്ത് കഴിഞ്ഞതിന് ശേഷം അവിടെ ഉണ്ടായിരുന്നവരെ കൂട്ടിയിരുത്തി ചെറിയൊരു നസീഹത്ത് നൽകി. അവസാനമായി ഇങ്ങനെ പറഞ്ഞു, ഞാൻ കഴിഞ്ഞ ദിവസം ഈ വഴി വന്നപ്പോൾ ഈ പള്ളി പൂട്ടിയിരുന്നു. അതിനാൽ നിസ്കരിക്കാൻ കഴിഞ്ഞില്ല. പുറത്തുനിന്ന് ആരെങ്കിലും വന്നാൽ നിസ്കരിക്കാൻ സാധിക്കാതെ തിരിച്ചു പോകുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത്. പള്ളിയുടെ ചെരുവിൽ 1-2 പേർക്കെങ്കിലും നിസ്കരിക്കാൻ കഴിയുന്ന സൗകര്യമുണ്ടാക്കണം. അതിന് പുറത്തേക്ക് അല്പം ഇറക്കിക്കെട്ടണം. ശേഷം അവർ നേരത്തെ കൊടുത്ത പണം അതേപോലെ അവിടുത്തെ ഇമാമിനെ ശൈഖുന അത്തിപ്പറ്റ ഉസ്താദ് ഏൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ പണികൾക്കായി ഈ പണം ഉപയോഗിക്കുക. ഈ ചെറുപ്പക്കാർ നല്ലതിന് ചിലവഴിക്കാനായി നൽകിയ പണമാണ്. ഇതും പറഞ്ഞ് ശൈഖുന അത്തിപ്പറ്റ ഉസ്താദ് അവിടെ നിന്നും യാത്ര തുടർന്നു. മാസാമാസം തനിക്ക് കിട്ടുന്ന ശമ്പളത്തിന്റെ ഭൂരിഭാഗവും ശൈഖുന അത്തിപ്പറ്റ ഉസ്താദ് ദാനധർമ്മങ്ങൾക്കായി നീട്ടിവെച്ചു. വീട്ടുകാരുടെ ചെലവിലേക്ക് കുറച്ച് പണം അയച്ചു കൊടുത്താൽ പിന്നെ ബാക്കിയുള്ളതെല്ലാം പാവപ്പെട്ടവർക്ക് വേണ്ടി ചെലവഴിക്കാറായിരുന്നു ശൈഖുന അത്തിപ്പറ്റ ഉസ്താദിന്റെ പതിവ്. അത് കൊടുക്കേണ്ടവരുടെ നീണ്ട പട്ടിക തന്നെ ഉസ്താദ് ഉണ്ടാക്കിയിരുന്നു. മാഷാ അല്ലാഹ്, എന്തൊരു അത്ഭുത ജീവിതം! പണവുമായി ബന്ധപ്പെട്ട് ശൈഖുന അത്തിപ്പറ്റ ഉസ്താദിന്റെ ജീവിതം എല്ലാ കണക്കുകൂട്ടലുകൾക്കും അപ്പുറത്തായിരുന്നു. ദുനിയാവിനെ പൂർണ്ണമായും മനസ്സിൽ നിന്നും ഇറക്കിവിട്ടതിനാൽ കടലാസിന്റെ വില പോലും അവിടുത്തെ പണത്തിനുണ്ടായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ആ ജീവിതത്തിലോ വീട്ടിലോ സമ്പാദ്യത്തിലോ അത് പ്രതിഫലിച്ചതേയില്ല. ഒന്നും ഇല്ലാതെ വന്ന ശൈഖുന അത്തിപ്പറ്റ ഉസ്താദ് ഭൗതികമായി യാതൊന്നും സമ്പാദിക്കാതെയാണ് തിരിച്ചു പോയതും. മാഷാ അല്ലാഹ്, ഞങ്ങളുടെ പൊന്നു ഉസ്താദിൻ്റെ ദറജ നീ ഉയർത്തിക്കൊടുക്കണം റഹ്മാനെ. അവിടം സഞ്ചരിച്ച മാർഗത്തിലൂടെ ജീവിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അവരോടൊന്നിച്ച് മുത്ത് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് സ്വർഗീയ ലോകത്ത് ഞങ്ങളെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വ ആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.